പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. അടുത്ത മത്സരത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിനാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. കരുത്തരായ പഞ്ചാബ് എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത്. എന്നാൽ പഞ്ചാബ് എഫ് സി അടുത്ത മത്സരത്തിൽ വലിയ ഒരു ഗോൾ മാർജിനിൽ തന്നെ പരാജയപ്പെടുത്താനുള്ള ഒരു സുവർണ അവസരം ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ കൈവന്ന് ചേർന്നിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ പഞ്ചാബ് എഫ് സിയുടെ വജ്രായുധങ്ങൾ എന്ന് അറിയപ്പെടുന്ന അവരുടെ 5 സൂപ്പർ താരങ്ങൾ അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല. അവരുടെ 5 വിദേശ താരങ്ങളായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാത്തത്. അവരുടെ ഏറ്റവും വലിയ വജ്രായുധം എന്നറിയപ്പെടുന്ന ലൂക്ക മാർട്ടിൻ അടക്കമുള്ള താരങ്ങൾ അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല. 4 യെല്ലോ കാർഡിന്റെ സസ്പെൻഷനും അതുപോലെ തന്നെ റെഡ് കാർഡിന്റെ സസ്പെൻഷനും ഒക്കെ കാരണമാണ് അവരുടെ 5 സൂപ്പർ താരങ്ങൾ അടുത്ത മത്സരത്തിൽ കളിക്കാത്തത്. ഒറ്റ വിദേശ താരത്തെ വെച്ചായിരിക്കും അവർ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാനായിട്ട് ഇറങ്ങുക. ഈ അവസരം മുതലെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചാൽ ഈസിയായി തന്നെ ഒരു വലിയൊരു ഗോൾ മാർജിനിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും പഞ്ചാബ് എഫ് സിയെ പരാജയപ്പെടുത്താൻ സാധിക്കും. ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച വിജയം അത് ബ്ലാസ്റ്റേഴ്സിന് ഈ വരുന്ന ഞായറാഴ്ചത്തെ മത്സരത്തിൽ കുറിക്കാനും സാധിക്കും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അത് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം. എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനലിന് പരമായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കും മുമ്പ് ഇരു ടീമുകളും എത്ര തവണയാണ് ISL ഏറ്റുമുട്ടിയത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആകെ 3 തവണയാണ് ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ആ 3 മത്സരങ്ങൾ കളിച്ചപ്പോൾ 2ലും വിജയിച്ചത് പഞ്ചാബ് എഫ് സി ആണ്. പഞ്ചാബ് എഫ് സിക്ക് കണക്കിൽ ചെറിയൊരു മുൻതൂക്കമുണ്ട്. എന്തായാലും നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പ് ഒന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പറായി നമ്മൾ സച്ചിൻ സുരേഷിനെ തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റങ്ങൾക്ക് സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട്. എന്തായാലും 2 സെന്റർ ബാക്കുകളായി കളിക്കുക മിലോസും അതുപോലെ തന്നെ ഹോർമിപ്പം റോയുമാണെന്നാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ സസ്പെൻഷൻ കാരണം ഹോർമിപ്പം റോയുവ കളിച്ചിരുന്നില്ല. എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഹോർമിപ്പം തിരികെ എത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ സന്ദീപ് സിംഗിനെയും ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ നവോച്ച സിംഗിനെയുമാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇനി മധ്യനിരയിലേക്ക് എത്തുമ്പോൾ നമുക്കവിടെ വിപിൻ മോഹനെയും അതുപോലെ തന്നെ ഫ്രെഡിയെ നമുക്കവിടെ പ്രതീക്ഷിക്കാമെന്നാണ് നിലവിൽ നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ നമുക്ക് എഡ്രിയാൻ ലൂണയും അതുപോലെ തന്നെ 2 വിങ്ങുകളിലായി കോറു സിംഗിനെയും അതുപോലെ തന്നെ നോവ സുധോയും പ്രതീക്ഷിക്കാം. മുന്നേറ്റ നിരയിൽ ക്വാമി പെപ്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പോസിബിൾ ലൈനപ്പ് അത് കമൻറ്റ് ചെയ്തേക്കുക. കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിൽ സ്കോർ എന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.